ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഇറാൻ തുടരെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേലിൽ നടത്തുന്ന ആക്രമണങ്ങൾ, അതിന് ഇറാൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ടാണ് അവരങ്ങനെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ പറഞ്ഞു വെക്കുന്ന മീനിങ്, അമേരിക്ക ഒരിക്കലും നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പ് തരില്ല, അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമേരിക്കൻ സെക്യൂരിറ്റിയെ ബ്രീച്ച് ചെയ്ത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകളെ ടാർഗറ്റ് ചെയ്ത് ആക്രമണങ്ങൾ നടത്തുന്നത്, അതുപോലെ തുടരെ അമേരിക്കയുമായിട്ട് ബന്ധമുള്ള സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്നത്. ഇത് ഒരു പാരലൽ ട്രാപ്പ് എസ്കലേഷൻ ആണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ശരിക്കും കണ്ണും പൂട്ടി കുറെ മിസൈലുകൾ അയക്കുന്നു, അല്ലെങ്കിൽ കുറെ ഡ്രോണുകൾ അയക്കുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ അവര് ലക്ഷ്യമില്ലാതെ അയക്കുന്നു എന്നുള്ള തരത്തിലാണ് പൊതുവിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷെ ഇറാൻ കരുതിക്കൂട്ടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിലേക്കാണെന്നുണ്ടെങ്കിൽ ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും ഒരു മിസൈൽ എന്നുള്ള തരത്തിലാണ് ഇപ്പൊ നിലവിൽ ഇറാൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇതിനു മുമ്പ് 100 കണക്കിന് മിസൈലുകൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് വളരെ എഫിഷ്യന്റ് ആയിട്ട് തന്നെ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെയൊക്കെ നിർവീര്യമാക്കിയിട്ടുണ്ടെങ്കിലും, ഇത്തരത്തിൽ 1-2 മിസൈലുകൾ അയക്കുന്ന സമയത്ത് പലതും ഇറാൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവരുടെ ആക്രമണം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് ശരിക്കും ഒരു ഷോക്കിലാണ്. ഈ ഷോക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇവിടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ ചരക്ക് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഒരു നിർണായക അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് യുവാൻ കറൻസിയിൽ ട്രേഡ് നടത്തിയ ചരക്ക് കപ്പലുകൾക്കെല്ലാം ഇതിലെ ഒരു പ്രശ്നമില്ലാതെ കടന്നു പോവാം എന്നുള്ളതാണ് അറിയിപ്പ്. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന പോലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡോളറിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇറാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നതും. രണ്ടാമത്, ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഇറാനുമായിട്ടൊരു ചർച്ച നടത്തി ഞങ്ങളുടെ ചരക്ക് ഗതാഗതങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കണം എന്നുള്ള റിക്വസ്റ്റ് ഇറാന്റെ അടുത്ത് വെച്ച്, അതിന്റെ പേരിൽ ഇറാൻ ഓക്കെ യുവാൻ ട്രാൻസാക്ഷൻ നടത്തിയ കപ്പലുകൾക്കെല്ലാം ഇതിലേക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരുവിധം ഓക്കെ ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ ചൈന അങ്ങോട്ട് ചോദിച്ചിട്ടേ ഇല്ല. ഇറാൻ സ്വമേധയാ ഈ പ്രസ്താവന അങ്ങ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് വലിയ രീതിയിൽ ഒരു വിഷയം വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ വായിച്ചെടുക്കാൻ പറ്റുന്ന വിഷയം അത്ര ചെറിയ വിഷയമല്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ 20 വർഷം കൊണ്ട് ചൈന കരുതിക്കൂട്ടി നടപ്പിലാക്കിയിരുന്ന ഒരു പദ്ധതി കൃത്യമായിട്ട് അവർക്ക് നടപ്പിലാക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഈ ഒരു സാഹചര്യത്തിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ചൈനയുടെ ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇറാൻ ത്രൂ ഉപയോഗിക്കപ്പെടുന്നത്. ചൈന ഡയറക്റ്റ് ആയിട്ട് ഇറാൻ ആയുധം കൊടുക്കുന്നു ചോദിച്ചാൽ ഇല്ല. ചൈന സ്പെയർ പാർട്സുകളാണ് കൊടുക്കുന്നത്. അത് ഇറാന്റെ ഉള്ളിൽ വെച്ചിട്ട് അസംബിൾ ചെയ്യപ്പെടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഇറാനിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ തട്ടിക്കൂട്ടാനുള്ള എല്ലാ സഹായങ്ങളും ചൈന ഇറാന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ചൈനയുടെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഇറാനിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ യുവാനിൽ ട്രേഡ് നടത്തുന്ന ചരക്ക് കപ്പലുകളും എണ്ണക്കപ്പലുകളും LPG ടാങ്കറുകളും സ്മൂത്ത് ആയിട്ട് കടന്നു പോകാൻ ഒരു പ്രശ്നവുമില്ല എന്ന് ഇറാൻ വിളിച്ചു പറഞ്ഞത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് അമേരിക്ക ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നില്ല? എന്തുകൊണ്ട് അമേരിക്കൻ ബേസുകളുള്ള രാജ്യങ്ങളിൽ തന്നെ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടും അമേരിക്ക ശക്തമായ രീതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക ഇസ്രായേലിന് തന്നെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. ഇസ്രായേലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു കിഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിൽ തന്നെ വീഴുന്ന മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ബേസുകളെ നമ്മൾ നോക്കി കാണേണ്ടത്, പലരും ഇത് എങ്ങനെയാണ് നോക്കി കാണുന്നത് എനിക്കറിയത്തില്ല. ഞാനിതിനെ പണ്ടേ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും, അതായത് കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങള്, ജോർദാൻ, ഇപ്പുറത്ത് ഇങ്ങനെ പല രാജ്യങ്ങളിലും അമേരിക്കയുടെ ബേസ് ഉണ്ട്. ഈ ബേസ് എല്ലാം തന്നെ അമേരിക്ക സ്വമേധയാ കൊണ്ട് അവിടെ വെച്ചതല്ല. ഈ ബേസ് എല്ലാം തന്നെ ഇസ്രായേലിന്റെ നിർബന്ധ പ്രകാരമാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. കാരണം ഇസ്രായേലിനെതിരെ ഏത് മൊമെന്റിലും ഇറാൻ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കൻ ബേസുകളെ ഈ രാജ്യങ്ങളിൽ കൃത്യമായിട്ട് നമ്മളൊരു ജിയോഗ്രഫിക്കൽ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇറാന്റെ മിസൈലുകൾ കടന്നു വരുന്ന ആ ഒരു വഴിയാണിത്, റൂട്ടാണിത്. ആ റൂട്ടിലാണ് ഇത്രമാത്രം അമേരിക്കൻ ബേസുകൾ ഉള്ളത്. അതായത് ഈ ചെറിയ രാജ്യമായിട്ടുള്ള ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്കുള്ള പ്രൊട്ടക്ഷനാണ് ഈ മിഡിൽ ഈസ്റ്റിൽ ഇരിക്കുന്ന ഈ ബേസുകൾ. അതായത് ഇറാന്റെ മേളിൽ നിന്ന് മിസൈലുകൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ എത്രമാത്രം അതിനെ
ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബേസുകൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പ്രാഥമികമായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് കൃത്യമായി അജണ്ട പ്ലാൻ ഇട്ടിട്ടാണ് ഈ രാജ്യങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് അവിടെയൊക്കെ എയർ ബേസുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? നടപ്പിലാക്കുന്നത് നിങ്ങളുടെ രാജ്യത്തിന് ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാം എന്നുള്ള രീതിയിലാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ ബേസ് വെച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് അവർക്ക് ആർമി ഉണ്ട്, പക്ഷെ ശക്തമായ രീതിയിൽ യുദ്ധം ചെയ്തുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എക്സ്പീരിയൻസോ ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഇറാന്റെ ആർമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 4 ലക്ഷം 4.5 ലക്ഷം സോൾജേഴ്സ് വരും. ഏതാണ് എൻറ്റയർ മിഡിൽ ഈസ്റ്റിൽ. മറ്റുള്ള രാജ്യങ്ങളിൽ ഇറാന് മാത്രമുണ്ട് 6 ലക്ഷത്തിൽ പരം അംഗസംഖ്യ ഈ ആർമിയിൽ. അപ്പം ഇതെന്താണ് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഇറാൻ ആണെങ്കിൽ ഇറാഖ് യുദ്ധം പോലത്തെ യുദ്ധങ്ങളിൽ പങ്കെടുത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരിൽ പലരും ഇന്ന് IRGCയുടെ പല സീനിയർ പൊസിഷനിലുമുള്ള വ്യക്തികളാണ്. അവരൊക്കെ ഹിഡൻ ആയിട്ട് ടോപ്പ് ലെവൽ പൊസിഷൻ റാങ്കിങ് മാർക്ക് ചെയ്യാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇറാനിയൻ റെജീമിനെ ട്രെയിൻ ചെയ്യുന്ന പൊസിഷനിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ അന്ന് ഇറാൻ ആർമിയുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഇറാഖിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇറാഖ് ആർമി പരിപൂർണമായിട്ട് വീക്കൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് അത്ര സ്ട്രോങ് അല്ല ഇറാഖിന്റെ ആർമി. പക്ഷെ ഇറാൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർക്ക് ഈ ഫീൽഡ് എക്സ്പീരിയൻസും കൂടി ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് പോരാ. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഡിപ്ലോമസി ഉണ്ടല്ലോ, ഈ ഇൻഡയറക്റ്റ് ഡിപ്ലോമസി, അതായത് ഓരോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും അമേരിക്ക സംരക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡിഫൻസ് മേഖലയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല, അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഫേക്ക് പ്രോമിസ് കൊടുത്തതായിട്ടാണ് ഇന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നത്. അമേരിക്കയുടെ സെക്യൂരിറ്റിയെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ അമേരിക്കയുടെ സെക്യൂരിറ്റി ഒരു പൊള്ളയായ സെക്യൂരിറ്റി ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേളിൽ തുടരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 100 എണ്ണം അയച്ചോ 50 എണ്ണം അയച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 1, 2, 3, 4 മിസൈലുകളും അതുപോലെ ഡ്രോണുകളെല്ലാം സക്സസ് അറ്റൈൻ ചെയ്യുന്നുള്ളത് തന്നെയാണ് ഇവിടെ അമേരിക്കയുടെ പരാജയം. ഇനി ഈ യുദ്ധം കഴിഞ്ഞാൽ AI ടെക്നോളജി മേഖലയിൽ വൻ ദുരന്തം വരാനിരിക്കുന്നതാണ്. കാരണം ഈ AI ടെക്നോളജിയും മിഡിൽ ഈസ്റ്റുമായിട്ട് വലിയ ബന്ധമുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് അമേരിക്കയാണ് AI ടെക്നോളജി എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത്. പക്ഷേ അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും വൻ തോതിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരു റെഡി ടു മൂവ് എന്നുള്ള നിലയിലുള്ള ഒരു മിലിറ്ററി ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആർമി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അതിന് കാരണം അമേരിക്കയാണ്. അൺഫോർച്ചുനേറ്റ്ലി അമേരിക്ക എന്ത് പറഞ്ഞാലും ഓക്കെയാണ്. അമേരിക്ക ഒരു വൻ മിലിറ്ററി പവറാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക പറയുന്നത് അങ്ങ് കേട്ടിട്ട് പോവാം എന്നുള്ള തീരുമാനങ്ങളാണ് ഈ കാലയളവ് മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നത്. അതിനൊരു മാറ്റം ഈ യുദ്ധത്തോടു കൂടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ യുദ്ധത്തിലേക്ക് വരാം. യഥാർത്ഥ യുദ്ധം എന്ന് പറഞ്ഞാൽ ചൈനയാണ് ഈ യുദ്ധം നടത്തുന്നത്. ചൈന ഇറാൻ ത്രൂ ഈ യുദ്ധം നടത്തുന്നു. അതായത് നമ്മളിത് മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നുമല്ല, സോവിയറ്റിന്റെ ടൈമിൽ അമേരിക്ക എങ്ങനെയാണോ പാകിസ്ഥാൻ ഉപയോഗിച്ച് താലിബാനികളെ വളർത്തിയെടുത്ത് അഫ്ഗാനിസ്ഥാനിലൂടെ പ്രോക്സികളായിട്ടുള്ള താലിബാനിന് പണം കൊടുത്ത്, ആയുധം കൊടുത്ത്, തോക്ക് കൊടുത്ത് റഷ്യക്കെതിരെ യുദ്ധം എങ്ങനെയാണോ നടത്തിയത്, അതേ മാതൃകയിലാണ് ഇവിടെ ചൈന പണം മുടക്കി ഇറാൻ ത്രൂ പ്രോക്സികളെ വെച്ച്, പ്രോക്സികൾ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഹെസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ, ഇത്തരത്തിലുള്ള പ്രോക്സികളെ വെച്ച് വളരെ കൃത്യമായിട്ട് അമേരിക്കക്കെതിരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാൻ പ്രോക്സി അഗെയിൻസ്റ്റ് റഷ്യ, അതേപോലെ തന്നെ ഇപ്പം ഇറാന്റെ പ്രോക്സികൾ ത്രൂ ചൈന അമേരിക്കക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു വീഡിയോ വെക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ചൈന ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രോൺ. ഈ ഡ്രോൺ കൃത്യമായി ഇതിന്റെ സ്പെയർ പാർട്സുകൾ ഇറാനിൽ എത്തുന്നുണ്ട്. ചൈനയാണ് എത്തിക്കുന്നത്. വലിയ വലിയ കണ്ടെയ്നർ ലോറികളിലാണ് ഇത് എത്തിക്കുന്നത്. ഇത് എങ്ങനെയാണ് ലോറികളിൽ ചൈന കൃത്യമായിട്ട് ഇറാനിൽ IRGC റെജീമിന്റെ കയ്യിൽ എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെയാണ് കൃത്യമായിട്ട് പാകിസ്ഥാന്റെ ഇടപെടൽ. പാകിസ്ഥാന്റെ കാറക്കോറം റൂട്ട്, അതായത് സീപക് കോറിഡോർ, ഈ സീപക് കോറിഡോറിലൂടെ ഈ വെച്ചിരിക്കുന്ന വീഡിയോ കഴിഞ്ഞൊരു 4-5 ദിവസത്തിന് മുമ്പ് ചൈനയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് ബോർഡർ ക്രോസ് ചെയ്യുന്ന ഇറാന് വേണ്ടിയിട്ടുള്ള ഷിപ്മെന്റ് ആണ്. ഈ ഷിപ്മെന്റ് കൃത്യമായിട്ട് ഇറാനിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവിടെ അമേരിക്കയ്ക്ക് പല മേഖലകളിലും പാളിച്ചകൾ പറ്റുന്നുണ്ട്. ആ പാളിച്ചകൾ നികത്താതെ, അതിനു വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതെ ഈ യുദ്ധത്തിൽ ഒരു ഡോമിനൻസ് അമേരിക്കയ്ക്ക് നേടാൻ കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പോകുന്നതെല്ലാം ഡ്രോണുകളാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇവിടെ എവിടെയാണ് അമേരിക്കയുടെ ചെക്ക് പോയിന്റ്? അമേരിക്കയ്ക്ക് ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ അമേരിക്ക കൃത്യമായിട്ട് പാകിസ്ഥാന്റെ മേളിൽ പിടിമുറുക്കണം. പാകിസ്ഥാനെ പിടിച്ച് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഈ ഡ്രോൺ ആക്രമണത്തിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇന്ന് തന്നെ ഉക്രൈനിലെ സെലൻസ്കിയും അമേരിക്കയും തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്
ഞങ്ങൾക്ക് ഉക്രൈന്റെ ഡ്രോൺ ഇന്റർസെപ്റ്റർ വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെലൻസ്കിക്ക് വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ നേരിട്ട് സഹായിക്കാം, അമേരിക്ക ഇതിനകത്ത് ഇടപെടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ സെലൻസ്കിയുടെ കയ്യിൽ നിന്നും ഈ ഡ്രോൺ ഇന്റർസെപ്റ്റേഴ്സ് വാങ്ങിച്ച് ഉപയോഗിക്കാം എന്നാണ് അമേരിക്ക പറയാതെ പറയുന്നത്. അത് അവർക്ക് പൈസ മുടക്കാൻ പറ്റില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക $2 ബില്യൺ പെർ ഡേ ചെലവാക്കുന്നുണ്ട് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഇസ്രായേലിന്റെ ചെലവ് അത് വേറെ. അപ്പൊ അത്തരത്തില് വൻതോതിലുള്ള ചെലവാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് PAC-3 എന്ന് പറഞ്ഞ മിസൈൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ PAC-3 എന്ന് പറഞ്ഞ മിസൈൽ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അമേരിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മിസൈലാണ് PAC-3 എന്ന് പറയുന്നത്. ഈ PAC-3 മിസൈൽ ഉത്പാദിപ്പിക്കുന്നത് ലോക്കിഡ് മാർട്ടിൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്, അമേരിക്കയിലെ കമ്പനി. ഈ ലോക്കിഡ് മാർട്ടിൻ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരു വർഷം 600 മുതൽ 650 PAC-3 മിസൈലുകൾ മാത്രമേ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ അതാണ് അവരുടെ കപ്പാസിറ്റി. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നത്, ഒരു രാജ്യത്തിൽ മാത്രം ഇപ്പൊ അമേരിക്കയിൽ വെച്ചിട്ട് ഇത് ഉത്പാദിപ്പിക്കുമ്പോൾ അതിന്റെ എക്സ്പെൻസസ് എത്രയാണ്, വലിയ രീതിയിലാണ് ഇതിന്റെ എക്സ്പെൻസസ് വരുന്നത്. ഭീമമായ എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ വലിയ രീതിയിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയൊക്കെയാണ് ഇന്ത്യയുടെ പ്രാധാന്യം വരുന്നത്. ഇപ്പൊ ലോക്കിഡ് മാർട്ടിൻ എന്ന് പറഞ്ഞ ആ കമ്പനി ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ ഒരു മിസൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ അവർക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇവിടെ ആ മിസൈൽ ഉത്പാദിപ്പിക്കാമായിരുന്നു. അമേരിക്കയിൽ 600+ മിസൈലുകൾ ഉത്പാദിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ഇന്ത്യക്കുള്ളിലും 600-700ഓളം മിസൈലുകൾ ഉത്പാദിപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാനുള്ള ദീർഘവീക്ഷണം വേണം, അത്തരത്തിലുള്ള ലീഡേഴ്സ് വരണം അമേരിക്കയിൽ. അല്ല ട്രംപിനെ പോലത്തെ ആൾക്കാരെ കൊണ്ട് ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപ് അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയെ ശരിക്കും ഒരു നഷ്ടക്കച്ചവടത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. അതാണ് ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്. ഞാൻ യുദ്ധം തുടങ്ങില്ല എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പൊ യുദ്ധം തുടങ്ങുകയും ആ യുദ്ധത്തിന്റെ പേരിൽ തന്നെ അത് നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കും. ചോദിക്കുമ്പോഴൊക്കെ ഇതാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എന്തിനാണ് പോകുന്നത്? യുദ്ധം തുടങ്ങുന്നെങ്കിൽ യുദ്ധം തുടങ്ങണം, യുദ്ധം വിജയിക്കണം. അതാണ് ലീഡർഷിപ്പ്. അല്ലാതെ യുദ്ധം തുടങ്ങിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, അതിലൊരു അൺസർട്ടനിറ്റി, ഇങ്ങനെ യുദ്ധം തുടങ്ങിയിട്ട് കാര്യമില്ല. ഇവിടെ അമേരിക്കയുടെ പാളിച്ചകളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നവർക്ക് ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് അമേരിക്കയ്ക്ക് എതിരെയോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഇറാൻ അനുകൂലിച്ചുകൊണ്ടോ ചൈനയെ അനുകൂലിച്ചുകൊണ്ടോ അല്ല കാര്യം പറയുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് ആണ്. ഇതിങ്ങനെയാണ് വർക്ക് ആകുന്നത്. ചൈന പിന്നിൽ നിന്നും കളിക്കുന്നുണ്ട്. ചൈന വളരെ വ്യക്തമായിട്ടുള്ള ആധിപത്യം നേടുന്നുണ്ട് ഈ യുദ്ധത്തിൽ. അവർക്കെല്ലാം നേട്ടങ്ങൾ മാത്രം, അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒരു ചൈനീസ് പൗരനെ പോലും അവർക്ക് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെടില്ല. ചൈനയുടെ മേളിൽ ഒരു മിസൈലോ ഒരു ഡ്രോണോ പോയി പതിക്കുകയുമില്ല. എന്നാൽ അവർക്ക് മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടും ബിസിനസ് ഉണ്ട്. അതേ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേളിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചൈനയ്ക്ക് വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവിടെ പാർട്ണർഷിപ്പ് ഉണ്ട്, പല പ്രോജക്റ്റുകളിലും അവർ പങ്കാളികളുമാണ്. എന്നിട്ടും അതേ രാജ്യങ്ങളെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോണാണ് ചൈന ഇറാന്റെ കയ്യിൽ കൊടുത്ത് ഇറാനെ വെച്ച് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ചൈനയ്ക്കെതിരെ നിലപാടെടുക്കുമോ? ഒരിക്കലുമില്ല. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പിക്ചർ. ശരിക്കും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്ന പേരിൽ വന്ന് തുടങ്ങിയ യുദ്ധം ശരിക്കും എക്സ്പാൻഡ് ആയിരിക്കുകയാണ്. എക്സ്പാൻഡ് മീൻസ് ഇപ്പൊ ചൈന ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോ നോർത്ത് കൊറിയ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പം സൗത്ത് കൊറിയയ്ക്ക് അതൊരു ഭീഷണിയാവുന്നുണ്ട്. ഇപ്പൊ ട്രംപ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസില് പല രാജ്യങ്ങളെയും അവരുടെ വാർഷിപ്പുകളെ കൊണ്ടുവന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അണിനിരത്താൻ പറഞ്ഞപ്പോൾ അവിടെ 2 രാജ്യങ്ങൾ മാത്രമാണ് ഓക്കെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സൗത്ത് കൊറിയ, മറ്റൊന്ന് ജപ്പാൻ. മറ്റേ ഫ്രാൻസ്, UK, യൂറോപ്പ് ഇവരാരും തന്നെ ഇതിന് റെഡിയല്ല. എന്താണ് കാരണം? കാരണം ട്രംപ് ഇതിനു മുമ്പ് യൂറോപ്പിനോട് എടുത്ത നിലപാട്, റഷ്യ ഉക്രൈൻ വിഷയത്തിൽ എടുത്ത നിലപാട്, ഇതൊക്കെ തന്നെയാണ് ഇതിന് കാരണം. ഡിപ്ലോമസി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡിപ്ലോമാറ്റിക്കലി തന്നെ ഡീൽ ചെയ്യപ്പെടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ തിരിച്ചടികൾ കിട്ടും. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഡിപ്ലോമാറ്റിക്കലി കാര്യങ്ങൾ തീരുമാനമാക്കാമായിരുന്നു. അതിന് പകരം ട്രംപിന്റെ ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ എഴുത്തുണ്ട്. ആരെയും അപമാനിച്ചുകൊണ്ട് എഴുതും, ആർക്കെതിരെയും എഴുതും. അത് ഞാനാണ് രാജാവ് എന്നുള്ള നിലയിലുള്ള പെരുമാറ്റം. ഇതിനുള്ള തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നാറ്റോ രാജ്യങ്ങളെങ്കിലും അമേരിക്കയോടൊപ്പം ഈ യുദ്ധത്തിൽ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഇറങ്ങുന്നെങ്കിൽ ചൈനയെ ഒരു പരിധിവരെ നിലക്കി നിർത്താമായിരുന്നു. ഇപ്പൊ ചൈനയെ നിലക്കി നിർത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ലോക്കിഡ് മാർട്ടിൻ 650 എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ആനുവലി ഉത്പാദിപ്പിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചൈനയുടെ മാസ് പ്രൊഡക്ഷന്റെ മുന്നിൽ ഇത് വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പെർ മന്ത് 400 ഡ്രോണുകൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പെർ മന്ത് 400 ഡ്രോണുകൾ. അതായത് ലോക്കിഡ് മാർട്ടിൻ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കുന്നത് 600 ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പെർ ഇയർ ഷാഹിദ് ഡ്രോണിന്റെ ആ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രമാത്രം ഡ്രോൺ വന്നു കഴിഞ്ഞാൽ ഇവർ എന്ത് വെച്ച് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യും? ഇതാണ് ഇപ്പോഴത്തെ വലിയ ചാലഞ്ച്. ഈ വെല്ലുവിളി വളരെ വ്യക്തമായിട്ട് അമേരിക്കയുടെ പെന്റഗൺ ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്. അത് അറിയിച്ചതിനെ തുടർന്നാണ് ട്രംപ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത് കൃത്യമായിട്ട് ഈ കണക്ക്, ഈ മാത്സ് കൃത്യമായിട്ട് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലായത് കൊണ്ടാണ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ഈ യുദ്ധം ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും, ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം അടിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഇറാന്റെ മിസൈൽ ലോഞ്ച് പാഡുകൾ കംപ്ലീറ്റ് തകർത്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇത് അവസാനിക്കാറായി എന്നുള്ള തരത്തിലേക്കാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്കുള്ള ഒരേ ഒരു ബലം എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഈ യുദ്ധം നയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല.
ഇപ്പൊ തന്നെ ഇസ്രായേലാണ് റിമാർക്കബിൾ ആയിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഉള്ളിൽ നടത്തിയിരിക്കുന്നത്. ഇന്ന് ഇസ്ഫഹാൻ തെഹ്റാൻ കേന്ദ്രീകരിച്ച ആക്രമണങ്ങൾ തകൃതിയായിട്ട് നടത്തിയിട്ടുണ്ട്. മാസീവ് ആയിട്ടുള്ള അറ്റാക്കാണ്. എന്തുകൊണ്ടാണ് ഇസ്ഫഹാൻ എന്ന് പറഞ്ഞാൽ, ഇസ്ഫഹാൻ ശരിക്കും ഇന്ത്യയുടെ ബോംബെ പോലെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ എക്കണോമിക്കൽ ഏരിയയാണ് ഇസ്ഫഹാൻ. അതുകൊണ്ടാണ് ഇസ്ഫഹാനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഒബിയസ്ലി തെഹ്റാൻ ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ IRGCയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തെഹ്റാനെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇസ്ഫഹാനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇറാന്റെ എക്കണോമി തകർക്കാൻ വേണ്ടിയിട്ടാണ്. എക്കണോമി ഓൾറെഡി തകർന്നാണ് ഇരിക്കുന്നത്. ഇനി അവിടെ ഒരു എക്കണോമി എന്ത് തകർക്കാനാണ്? അതായത് ഇറാന്റെ ഉള്ളില് തലങ്ങ് വിലങ്ങും ആക്രമണം നടത്തിയാലും ഇറാൻ പറയുന്നത് ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല, സോ നിങ്ങൾ എത്ര വേണേലും ആക്രമിച്ചോ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ ഗുരുതര മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും എവിടെയെങ്കിലും 1-2 പതിച്ചാലും അവർക്കത് വൻ വിജയമാണ്. പക്ഷെ നേരെ മറിച്ച് അമേരിക്കയ്ക്ക് അത് തിരിച്ചടിയുമാണ്. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്ന് മിസൈലുകൾ പതിച്ച ഏരിയകൾ എന്ന് പറഞ്ഞാൽ ഹൈഫ, ടെലവീവിൽ 2 സ്ഥലങ്ങളിൽ, നോർത്തേൺ ഇസ്രായേലിൽ ഹെസ്ബുള്ളയുടെ റോക്കറ്റ് പതിച്ചിട്ടുണ്ട്. അതുപോലെ റിഷോൺ ഏരിയ, ഇത്രയും ഏരിയകളിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ മിസൈലുകളോ അതിന്റെ ഡെബ്രികളോ വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക ഇറാന്റെ ഉള്ളിൽ ഇന്നലെ രാത്രി മുഴുവൻ B2 സ്ട്രാറ്റജിക് ബോംബർ കൊണ്ടാണ് ആക്രമണങ്ങൾ നടത്തിയത്. ഇവിടെ അമേരിക്ക ഒന്നുമല്ല, ഇസ്രായേലാണ് ശരിക്കും കൃത്യമായിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് റെജീം ചേഞ്ച് വരുന്നവരെ, അതായത് ഒരു പ്രതിഷേധം രൂപപ്പെട്ട് പൊതുജനങ്ങൾ തെരുവിലിറങ്ങി ഈ റെജീമിന് ഒരു ചേഞ്ച് വരുത്തുന്നത് വരെ ഞങ്ങൾ ആക്രമിക്കും, അതിന് ഞങ്ങൾ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു ഡൗട്ട് ഉണ്ട് പരക്കെ സോഷ്യൽ മീഡിയയിലെല്ലാം നെതന്യാഹുവിനെ കുറിച്ചുള്ള ഒരു ഡൗട്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്ത്യൻ മീഡിയ, ഒരു ഇന്ത്യൻ റിപ്പോർട്ടറാണ് ഇത്രമാത്രം ഡീകോഡ് ചെയ്തതുപോലെ നെതന്യാഹുവിന്റെ ഇമേജ് ഒക്കെ വീഡിയോയിൽ നിന്ന് ക്രോപ്പ് ചെയ്ത് കൃത്യമായിട്ട് 6 വിരൽ അതുപോലെ വായനങ്ങുന്ന ശരിയല്ല അതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ചത്. ഇത് പ്രോ ഇറാനിയൻ ഗ്രൂപ്പ് വൻതോതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്ത് കഴിഞ്ഞ ഒരു 4 ദിവസങ്ങളായിട്ട് നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ട നറേറ്റീവ് മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പല മെയിൻ സ്ട്രീം മീഡിയയിലും ഇപ്പോൾ ഇത് ചർച്ചയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന് ഒഫീഷ്യലായിട്ട് തന്നെ ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് നെതന്യാഹുവിന്റെ കുടുംബത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല, ഈസ് കംപ്ലീറ്റ്ലി സേഫ് എന്നുള്ള ഒരു വാർത്ത ഒഫീഷ്യലായിട്ട് ഇസ്രായേലിൽ നിന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രോ ഇറാനിയൻ ഗ്രൂപ്പ് വീണ്ടും ചോദ്യം ഉയർത്തുകയാണ്. എന്തുകൊണ്ട് പുറത്തു വന്നുകൂടാ, എന്തുകൊണ്ട് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം ഉയർത്തുന്നുണ്ട്. അതിന് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ വാർ ടാക്ടിക്സ് നടക്കും. ഇതിനെ രാജ്യത്തിന്റെ ലീഡേഴ്സിനെതിരെ പലതരത്തിലുള്ള പ്രൊപ്പഗണ്ട വാർത്തകൾ മിനിറ്റിന് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ പ്രൈം മിനിസ്റ്ററെ കൊണ്ട് ഒരു വീഡിയോ ചെയ്ത് വിടേണ്ട സാഹചര്യം ഇപ്പൊ നിലവിൽ ഇസ്രായേലിൽ ഇല്ല എന്നുള്ളതാണ് അവരുടെ മറുപടി. מה שאלת אותי? ראש הממשלה אומרים ברשת שאתה בכלל מת? אני מת על קפה, אתה יודע מה? אני מת על העם שלי. איך הם מתנהגים, פנטסטי. אתה רוצה לספור את מספר אצבעות? אתה יכול להראות לנו? פה. פה. ראית? יפה מאוד. לחיים. ראש הממשלה מסר לאנשים שיוצאים ומתאווררים? לצאת להתאוורר, אבל ליד מרחב מוגן. והעמידה שלכם היא מדהימה, נותנת כוח לי, לממשלה, לצה"ל, למוסד. אנחנו עושים דברים שאני לא יכול לשתף ברגע זה, אבל עושים דברים מכים באיראן חזק מאוד, גם ביום הזה, גם בלבנון, ממשיכים. אתם אומרים לי להמשיך? אני אומר לכולכם, גם אתם תמשיכו להישמע להוראות פיקוד העורף, כל הזמן, להישמע להוראות פיקוד העורף, וגם לראשי הערים, להיות תמיד ליד מרחב מוגן. ואנחנו נקל ככל שהדבר ניתן. ותודה לך על הקפה, הוא מצוין. אני לא יודע לגבי הקלוריות, זה נראה לי מסוכן מאוד. നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയ വിഷയത്തിൽ പ്രധാനമായിട്ട് ചൈനയുടെ ഇൻവോൾവ്മെന്റ്, പാകിസ്ഥാൻ ത്രൂ റോഡ് മാർഗം ലോഡ് കണക്കിൽ സാധനങ്ങൾ ചൈന ഇറാന് കൊടുത്തേക്കുന്നുണ്ട്. ഈ പരിപാടി തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് വൻ പരാജയം നേരിടേണ്ടി വരും. ഇതാണ് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള വാർത്ത. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ട്രംപ് പാകിസ്ഥാന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിച്ച ആളാണ്. ഇൻഫാക്ട് അസീം മുനീറിനെയും ഷഹബാസ് ഷെരീഫിനെയും വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചുകൊണ്ടുപോയി വിരുന്ന് കൊടുത്ത് സൽക്കരിച്ച ആളാണ് ഡൊണാൾഡ് ട്രംപ്. ആ ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ് ഇപ്പൊ ഇവരെ തിരിച്ചടിക്കുന്നത്. അസീം മുനീറും ഷഹബാസ് ഷെരീഫും അറിയാതെയാണോ പാകിസ്ഥാനിലൂടെ ചൈന ആയുധങ്ങൾ ഇറാന് കൊടുത്തയക്കുന്നത്? ചൈനയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആയുധങ്ങൾ ഇറാന് കൊടുത്തയച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന പറയും നോ നോ നോ, ഞങ്ങളൊന്നും കൊടുത്തയച്ചിട്ടില്ല, ഞങ്ങള് സിവിൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സുകളാണ് കൊടുത്തയച്ചെന്ന് പറയും. അത് ഡ്യുവൽ പർപ്പസിനുള്ള സാധനങ്ങളായതുപോലെ അത് ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിച്ചു. അതിന് ഞങ്ങൾ എങ്ങനെയാണ് ഉത്തരവാദികളാകാൻ?
അപ്പൊ അതുകൊണ്ട് ഈ പാകിസ്ഥാൻ എങ്ങനെ തിരിഞ്ഞു കുത്തുമെന്നുള്ളത് കൃത്യമായിട്ട് ട്രംപിന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും. പാകിസ്ഥാൻ ഇങ്ങനെയാണ് തൊഴുത്തിൽ കുത്ത് പരിപാടികൾ ചെയ്യുന്നത്. ഇനിയിപ്പോ അമേരിക്കയായി, ചൈനയായി, ഇതിനകത്ത് ഇപ്പൊ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് പെട്ടുകിടക്കുന്നത്. ഇതാണ് യഥാർത്ഥ പിക്ചർ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.